السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറയുന്ന നസ്ർ സൂറത്ത്, ലഹബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഈ രണ്ട് സൂറത്തുകൾ തെറ്റുകളൊന്നും കൂടാതെ എങ്ങനെ പാരായണം ചെയ്യാം, ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം ഇദാ ജാഅ നസ്റുല്ലാഹി സൂറ നസ്ർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇനി ഓരോ ആയത്തുകളും എങ്ങനെയാണ്, എന്തൊക്കെ തെറ്റുകളാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് തന്നെ ഇദാ ജാഅ, ഇദാ, ആ എന്നുള്ള ഉച്ചാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് തന്നെ വരണം. ഇദാ, ഇത് നമ്മൾക്ക് സാധാരണ രീതിയിൽ മലയാളം ഉച്ചാരണത്തിലൊന്നും പരിചയമില്ലാത്ത ഒരു അക്ഷരമാണ്. എന്ന് പറയുമ്പം നാവിന്റെ തല, അത് അതിന്റെ തൊട്ടുമുകൾ, നാവിന്റെ തല എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം, ആ നാവിന്റെ അറ്റം അതിന്റെ തൊട്ടു മുകളിലുള്ള, അഥവാ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഇദാ, അപ്പൊ നാവിന്റെ തലഭാഗം അതെന്ത് ചെയ്യണം, നേരെ അഥവാ തൊട്ടു മുകൾ ഭാഗത്തുള്ള മുൻപല്ലിന്റെ താഴ്ഭാഗത്ത്, അഥവാ മുൻപല്ലിന്റെ തല എന്ന് പറയും, അഥവാ മുൻപല്ലിന്റെ താഴ്ഭാഗം, അഥവാ നാവ് ടച്ച് ചെയ്യുന്ന ഭാഗം, ആ ഭാഗത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇദാ. ഇത് പല ആളുകളും ഇസ എന്ന് ഉച്ചരിക്കാറുണ്ട്. സ എന്ന് പറയുമ്പം, സ എന്ന് പറയുന്നത് സീന്, അതേപോലെ തന്നെ സ്വാദ്, ഈ അക്ഷരങ്ങളുടെ മഖ്റജിൽ നിന്നാണ് വരുന്നത്. സ ശരിക്കും ഉച്ചരിക്കുന്ന സമയത്ത് പല്ലിന്റെ ആ ഒരു തലഭാഗം, അല്ലെങ്കിൽ എന്താണ്, പല്ലിന്റെ അറ്റത്തിൽ ടച്ച് ചെയ്യില്ല സ എന്ന് പറയുമ്പോൾ. അപ്പോ സായല്ല, മറിച്ച് റായാണ് എന്ത് ചെയ്യുന്നത്, ഉച്ചരിക്കേണ്ടത്. അപ്പൊ ഇത എന്ന് പറയുമ്പം നാവിന്റെ തല മുൻപല്ലിന്റെ തലയിൽ തന്നെ എന്ത് ചെയ്യണം, ടച്ച് ചെയ്യണം. ഇനി നസ്റുല്ലാഹി, നസ്റുല്ലാഹി എന്ന് പറയുമ്പോൾ ഇവിടെ സ്വ, ഈ സ്വ എന്ന് പറയുന്ന അക്ഷരവും മലയാളത്തിൽ തത്തുല്യമായ ഒരു അക്ഷരമില്ലാത്തതാണ്. നമ്മൾ സ്വാഗതം എന്ന് പറയുന്ന സ്വ എന്ന് പറയും, അത് തെറ്റാണ്. അത് ചുണ്ടൊക്കെ വക്രീകരിച്ചിട്ട്, ഇത് ശരിക്കും സ്വ എന്ന് പറയുമ്പം നമ്മൾ ശരിക്കും അറബിയിൽ ഉച്ചരിക്കുകയാണെങ്കിൽ അത് സ് പ്ലസ് വ ആയിട്ടാണ് വരിക. സ്വ എന്ന് മലയാളത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ സ് പ്ലസ് വ, അവിടെ എന്ത് ചെയ്യും, രണ്ട് അക്ഷരങ്ങൾ വരും. അങ്ങനെ അറബിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. സ്വ എന്നുള്ളതിന്റെ മഖ്റജ് എന്താണ്, നാവിന്റെ അറ്റം അത് രണ്ട് മുൻപല്ലുകളുടെ വിടവിനു നേരെ പിന്നിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഥവാ ഇത് മോളത്തെ മുൻപല്ല്, ഇത് താഴ്ഭാഗത്തെ പല്ല്, ഇതിന്റെ തൊട്ടു ബാക്കിൽ ഈ പറയുന്ന
നാവ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇനി ഇവിടെ സ്വ, അതേപോലെ തന്നെ സ, സ, ഇത് മൂന്നിനും ഒരേ മഖ്റജ് അല്ലേ? ശരിയാണ്. സ്വ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം, നാവിന്റെ ഇപ്പം സ്വയാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ നാവിന്റെ മധ്യഭാഗം കുറച്ച് പൊങ്ങി നിൽക്കും. അതേ സമയത്ത് സ, സ എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ നാവിന്റെ മധ്യഭാഗം പൊങ്ങി നിൽക്കില്ല, ഉയർന്നു നിൽക്കില്ല. അപ്പൊ നസ്രുല്ലാഹി എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം 2 വരി മുൻപല്ല് അഥവാ മേൽ മുൻപല്ലും താഴ് മുൻപല്ലും ഉണ്ടാവും. ആ രണ്ടിന്റെയും ഇടയിൽ അല്പം ഗ്യാപ്പിൽ ടച്ച് ചെയ്യില്ല. ആ ഒരു രീതിയിലാണ് സ്വ നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇനി അല്ലാ എന്നുള്ള ഉച്ചാരണം, അല്ലാ എന്നുള്ള ഉച്ചാരണം ലാമിന്റെ മഖ്റജ് ആണ്. പക്ഷേ ലാമിന്റെ മഖ്റജ് എന്ന് നമ്മൾ പറയുമ്പോൾ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ ഊന് അതിന്റെ തൊട്ട് മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് ല, ല എന്ന് ഉച്ചരിക്കുക. അപ്പൊ ല എന്നുള്ളത് തഫ്ഹീം, തർക്കീഖ് 2 രീതിയിലാണ് പറയാം. തഫ്ഹീം എന്ന് പറയുന്നത് അല്ലാ എന്നുള്ള ഉച്ചാരണത്തിന്റെ സമയത്ത് നാവിന്റെ മധ്യഭാഗം അല്പം ഉയർന്നു കിടക്കും. അല്ലാ, അതിനാണ് തഫ്ഹീം എന്ന് പറയുക. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ല എന്ന് തർക്കീക്കാക്കിയിട്ടാണ് ഉച്ചരിക്കുക. അല്ലാ, ല, ല എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു കിടക്കും. അല്ലാ എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം ഒന്ന് ഉയർന്ന് കിടക്കും. അവ മേലെ അണ്ണാക്കിലൊന്നും ടച്ച് ചെയ്യില്ല, എന്നാലും എന്ത് ചെയ്യും? ഉയർന്നു കിടക്കും. അപ്പൊ അല്ലാ എന്നുള്ളത് ഫത്തഹ് വരുന്ന സമയത്ത് മാത്രം, അല്ലാഹു എന്നുള്ളത് ഈ അള്ളാന്റെ മുമ്പിൽ ഫത്തഹ് വന്നാൽ മാത്രം. ഫോർ എക്സാമ്പിൾ ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി എന്നുള്ളിടത്ത് എന്താണ്? അല്ലാ എന്നുള്ളതിന് മുമ്പ് എന്താണ്? കസറാണ്. അപ്പൊ ബിസ്മില്ലാഹി എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. ഇനി ഹുവല്ലാഹു, ഹുവല്ലാഹു, അള്ളാഹുവിന്റെ മുമ്പ് എന്താണ്? ഫത്തഹാണ്. ആ സമയത്താണ് നമ്മൾ അല്ലാ എന്ന് ഉച്ചരിക്കുക. അല്ലെങ്കിൽ എന്താണ്? ഹുൽ, എന്താണ്? ഹുല്ലാഹു എന്ന് പറയാണ്. ഹുല്ലാഹു എന്നങ്ങാൻ പറയാണ്. ഹു എന്നുള്ള ഉച്ചാരണം വന്നാലും എന്ത് ചെയ്യണം? അവിടെ നമ്മൾ അല്ലാ. അപ്പൊ ഈ അല്ലാ എന്നുള്ളതിന് മുമ്പ് ഒന്നുകിൽ ഫതഹോ അല്ലെങ്കിൽ എന്താണ് ലമ്മോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അല്ലാ എന്ന് ഉച്ചരിക്കുക. അതിനു മുമ്പ് കെസറാണെങ്കിൽ നമ്മൾ ബിസ്മില്ലാഹി എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. പിന്നെ ഫ എന്നുള്ള അക്ഷരം, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, ഫ എന്ന് പറയുമ്പം മുകളിലത്തെ പല്ല് അഥവാ മുൻപല്ലുകൾ അതെന്ത് ചെയ്യും? താഴെ ചുണ്ടിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഫ, ഫ, ഫ. പലര് വ എന്നുള്ളത് അതേപോലെ ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. അറബിയിൽ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് വാവ് ഉച്ചരിക്കാം. അതേപോലെ തന്നെ ഫതഹ്, ആ എന്ന് പറയുമ്പം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ്. ഇനി വറഅയ്ത الناس يدخلون في دين الله أفواجا, ورأيت الناس يدخلون في دين الله أفواجا. റ, റ എന്ന് പറയുമ്പം നാവിന്റെ തലയുടെ മുതുക്, എന്താണ്? നാവിന്റെ തലയുടെ മുതുക് അതെന്ത് ചെയ്യണം? മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? റ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കാറുള്ളത്. എന്താണ്? റ. നാവിന്റെ തലയല്ല, തലയുടെ തൊട്ടു ബാക്ക് ഭാഗം, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുതുക് എന്ന് പറയുന്നത്. ആ തലയുടെ മുതുക് നമ്മൾ എന്ത് ചെയ്യും? നേരെ അതിന്റെ മേലെ, മീൻസ് ആ മുൻപല്ലുകളുടെ ഊനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, അവിടെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുന്നത്. അപ്പൊ റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലുകളുടെ ഊന് അല്ലെങ്കിൽ മുരടിൽ, റ, റ, റ. അപ്പൊ മേലെ മുൻപല്ലിന്റെ മുരടിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അപ്പൊ നാവിന്റെ തലയല്ല, തലയുടെ മുതുക് അല്ലെങ്കിൽ മുതുവ് എന്ന് പറയും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മേൽ മുൻപല്ലുകളുടെ മുരടിൽ ടച്ച് ചെയ്യണം. എന്ത് ചെയ്യണം? മുൻപല്ലുകളുടെ മുരടിൽ ടച്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ?
ഇത് കൃത്യമായി നമ്മൾക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ റ നാവിന്റെ തലയുടെ മുതുക് നമ്മൾ എന്ത് ചെയ്യണം? മുൻപല്ലുകളുടെ മുരടിൽ ടച്ച് ചെയ്യണം. റ രണ്ട് രീതിയിൽ നമ്മൾ ഉച്ചരിക്കും. റ എന്ന് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ റ എന്ന് ഉച്ചരിക്കും. ഇനി അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈരിൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹൈരിൻ ഹൈരിൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈറുൻ ഹൈറൻ ഈ പറയുന്ന രണ്ട് സ്ഥലത്തും നാവിന്റെ മധ്യഭാഗം നമ്മൾ മേൽഭാഗത്തോട്ട് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുക. അതേ സമയത്ത് കെസറ് വരുന്ന സമയത്ത് അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ആ കെസറ് വരുന്ന സമയത്താണെങ്കിൽ നാവിന്റെ മധ്യഭാഗം ഉയർത്താതെയാണ് ര എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒറ ഒറ നാവിന്റെ മധ്യഭാഗം ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പൊ يدخلون في دين الله أفواجا ورأيت الناس സ സ സ എന്നുള്ള അക്ഷരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടുന്നാണ്? രണ്ട് മുൻപല്ലുകളുടെ ഇടയിൽ നാവ് വരും, ടച്ച് ചെയ്യില്ല. ഇനി യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ യദ്ഖുലൂന യായുടെ മഖ്റജ് എവിടെയാണ്? നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് യ നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പൊ യായുടെ മഖ്റജ് മറന്നു പോകണ്ട. അടുത്തത് ദ. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദ ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങളും ഒരേ മഖ്റജിൽ നിന്നാണ്. അവ നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം, അവ നാവിന്റെ മുകൾ ഭാഗത്തുള്ള അറ്റം അതെന്ത് ചെയ്യും? അത് നേരെ മേലെ മുൻപല്ലുകളുടെ മോണയോട് ചേരുന്ന ഭാഗത്ത്, അവ മേലെ മുൻപല്ലുണ്ടാവും, ആ മുൻപല്ലിന്റെ മോണയോട് ചേരുന്ന ഭാഗത്ത് അവിടെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ദ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തായും ദായും ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം ഉയർന്നു കാണില്ല. അതേ സമയത്ത് ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയർന്നു കാണും. ഉച്ചരിക്കുന്ന സമയത്ത് സെയിം മഖ്റജ് തന്നെയാണ്, ഉച്ചാരണ സ്ഥലം തന്നെയാണ്. നാവിന്റെ മുകൾ ഭാഗത്തുള്ള അറ്റം അതെന്ത് ചെയ്യും? മേലെ മുൻപല്ലിന്റെ മോണയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം അല്ലെ, ആ മോണയോട് ചേരുന്ന ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. ഉച്ചരിക്കുന്ന സമയത്ത് മധ്യഭാഗം ഒന്ന് ഉയർന്നു കാണും, ഒന്ന് മേലോട്ട് പൊങ്ങും. ടച്ച് ചെയ്യുന്നില്ല അണ്ണാക്കില്, പക്ഷെ ഉയർന്നു കാണും. ദ ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അത് ഉയർന്നു കാണാറില്ല. അപ്പൊ യദ്ഖുലൂന ഹ എന്ന് പറയുമ്പം തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അംസ് ഹ തൊണ്ടയുടെ താഴ്ഭാഗം, ഐൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഗൈൻ ഹ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് ഉച്ചരിക്കുന്നത്. ഇനി അടുത്തൊരു അക്ഷരം എന്ന് പറയുന്നത് എന്താണ്? ന. ന എന്ന് പറയുന്ന അക്ഷരത്തിന്റെ മഖ്റജ് ഏതാണ്? അറിയാമോ? പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത്തരം അക്ഷരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. ന എന്ന് പറയുന്ന ഒരു മഖ്റജ് ല എന്ന് പറയുന്ന ഒരു മഖ്റജിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു അക്ഷരമാണ്. അപ്പൊ നാവിന്റെ അറ്റം അത് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത്, നമ്മൾ പറഞ്ഞത് എന്താണ്? മോണയോട് ചേരുന്ന ഭാഗത്ത്, ആ കുറച്ചുകൂടി ബാക്കിലോട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അണ്ണാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ബാക്കിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം മോണയുടെ പിൻഭാഗത്ത്, അപ്പൊ ല എന്ന് ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എന്ത് ചെയ്യും? ന എന്നുള്ള ഉച്ചാരണം വരും. നാവിന്റെ അറ്റം അത് മോണയുടെ തൊട്ട് പിന്നിൽ, അവ മുൻപല്ലിന്റെ മോണയുടെ പിൻഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന ഉച്ചരിക്കുന്നത്. ല ന ല ന. ഇപ്പൊ ല ഇത് ഇപ്പൊ തൊണ്ടയാണെങ്കിൽ നമ്മൾ ഇവിടുന്നാണ് ല ഉച്ചരിക്കുന്നതെങ്കിൽ അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് എന്ത് ചെയ്യുക? ന ഉച്ചരിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു പിക്ചർ കൂടി പരമാവധി ഉൾപ്പെടുത്താൻ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണം എന്നില്ല. അതേസമയം ഞാൻ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കുറച്ച് പിക്ചർ കൂടി ഉൾപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ മനസ്സിലാവും. പിന്നെ ദീനില്ലാഹി എന്താ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നാവിന്റെ മുകൾ ഭാഗം അതെന്ത് ചെയ്യുന്നു? മേലെ മുൻപല്ലിന്റെ മോണയോട് ചേരുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുന്നു. ന നമ്മൾ പറഞ്ഞു എന്താണ്?
ഈ മോണയുടെ പിൻഭാഗത്ത് അല്ലെങ്കിൽ മോണയുടെ പിൻഭാഗത്ത് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ന ഉച്ചരിക്കുന്നു. അഫ്വാജ. ഫ നമ്മൾ പറഞ്ഞു മേലെ മുൻപല്ലിന്റെ അറ്റം താഴെ ചുണ്ടിൽ ടച്ച് ചെയ്യുന്ന, നാവിലല്ല ചുണ്ടിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്താണ് ഫ എന്നുള്ള ഉച്ചാരണം വരുന്നത്. ജ എവിടെയാണ്? നാവിന്റെ മധ്യവും. ജ, ഷ, യ ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ എന്താണ്? നാവിന്റെ മധ്യഭാവവും മേലെ അണ്ണാക്കും ടച്ച് ചെയ്യുന്ന സമയത്താണ് വരുന്നത്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ഫസബ്ബിഹ്, ഫ നമ്മൾ പറഞ്ഞു എവിടെയാണ്? മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ള ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് ഫ. ഫസബ്ബിഹ്. ഫസ, സ എന്നുള്ളതിന്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞു. എന്താണ്? 2 വരി മുൻപല്ലുകൾ അതിന്റെ ഇടയിൽ നേരിയ അകലത്തിൽ നാവ് വെച്ചുകൊണ്ടാണ് സ നമ്മൾ ഉച്ചരിക്കുന്നത്. സ്വ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് പൊങ്ങിക്കിടക്കും. അതേ സമയത്ത് സായോ സായോ ഉച്ചരിക്കുന്ന സമയത്ത് പൊങ്ങുന്നില്ല. ഫസബ്ബിഹ്, ഫ, വ, ബ, മ ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ 2 ചുണ്ടിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അതിൽ ബ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്ക് ശക്തമായി തന്നെ ചുണ്ട് അടച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ഒരു അക്ഷരമാണ് ബ. അപ്പൊ ഫസബ്ബിഹ് ബിഹംദി. ബിഹംദി, ഹംദി എന്ന് പറയുമ്പോൾ മ നമ്മൾ അത്ര ശക്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ചുണ്ട് അടച്ചു വെക്കുന്നില്ല. അതേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൃദുവായ രീതിയിൽ അടച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. റബ്ബിക, റബ്ബിക, റബ്ബിക വസ്തഗ്ഫിർ. റബ്ബിക. ഇനി ഇവിടെ വ വരുന്നുണ്ട്. വ എങ്ങനെയാണ്? നമ്മൾ 2 ചുണ്ടും ഏകദേശം ഒരു വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ വ ഉച്ചരിക്കുക. വ, വ. അല്ലാതെ ചില ആളുകൾ നമ്മൾ ഫാന്റെ മഖ്റജ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മേലെ മുൻപല്ല് താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചിട്ട് വ വ വ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്. വ എന്ന് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അത് ഉച്ചരിക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. വസ്തഗ്ഫിർ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റാഇന്റെ മഖ്റജ് പ്രസക്തമാകുന്നത്. വസ്തഗ്ഫിർഹു. റാഇന് സുക്കൂനാണ്. പക്ഷെ റാഇന്റെ തൊട്ടു മുമ്പ് കെസർ വന്നതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ നിയമം ഇവിടെ പ്രാബല്യത്തിൽ വരികയാണ്. റ എന്ന് പറയുമ്പോൾ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മുരടിൽ വെച്ചുകൊണ്ടാണ് റ ഉച്ചരിക്കുന്നത്. അതേ സമയത്ത് റ എന്ന് തഫ്ഹീമാക്കിയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ നാവിന്റെ മധ്യഭാഗം പൊങ്ങിക്കിടക്കും. അതേ സമയത്ത് വസ്തഗ്ഫിർഹു എന്ന് പറയുന്ന തർക്കീക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ കുറച്ച് ശബ്ദം താഴ്ത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ വസ്തഗ്ഫിർഹു അവിടെ എന്ത് ചെയ്യും? നാവിന്റെ മധ്യഭാഗം ഉയർന്ന് കാണില്ല. ഇന്നഹു കാന തവ്വാബ. ഇന്നഹു കാന തവ്വാബ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അപ്പൊ ഈ സൂറത്ത് കഴിഞ്ഞു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അടുത്ത സൂറത്ത് നമ്മൾ ഏതാ പറഞ്ഞത്? ലഹബ് സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ആദ്യത്തെ ആയത്ത് നോക്കാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇവിടെ തായുടെ മഖ്റജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നാവിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അഥവാ നാവിന്റെ അറ്റം അത് മുകൾ ഭാഗത്താണെന്ന് മാത്രം. അത് 2 മുൻപല്ല്, 2 മുൻപല്ലുകളുടെ
മോണയോട് ചേരുന്ന ഭാഗത്ത്, അപ്പൊ മുൻപല്ല് ഉണ്ടാവും, ആ മുൻപല്ലിന്റെ മോണയോട് ചേരുന്ന ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് തബ്ബത്ത് തബ്ബത്ത്. ഇവിടെ ത ത ദ. ഈ തായും ദായും ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരില്ല. അതേ സമയത്ത് ത്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും. ബാ നമ്മൾ പറഞ്ഞു എന്താണ്? രണ്ട് ചുണ്ടിൽ നിന്നാണ്. രണ്ട് ചുണ്ട് ശക്തമായ രീതിയിൽ അടച്ചു വെച്ചുകൊണ്ടാണ് ബ ഉച്ചരിക്കുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ. യ നമ്മൾ പറഞ്ഞു നാവിന്റെ മധ്യഭാഗം അത് മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് യദ. പിന്നെ യ എന്നുള്ള ഉച്ചാരണം യേ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. യേ അത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാണ്. അറബിയിൽ ആ, അതേപോലെ തന്നെ ഈ, ഉ, ഈ പറയുന്ന 4 ഉച്ചാരണങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എ അല്ലെങ്കിൽ ഓ എന്ന് പറയുന്ന ഉച്ചാരണങ്ങളൊന്നുമില്ല. പിന്നെ ഐ എന്നുള്ള ഉച്ചാരണം വരും, അഥവാ ഐ. ആ യ വരുമ്പോ ഐ എന്നുള്ള ഉച്ചാരണം വരും. ആ വ വരുമ്പോ ഔ എന്നുള്ള ഉച്ചാരണം വരും. ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ബിസ്മില്ലാഹി മജിരേഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് എ എന്നുള്ള ഉച്ചാരണം ഉള്ളത്. അല്ലാതെ എ ഓ എന്ന് പറയുന്ന ഉച്ചാരണങ്ങൾ ഖുർആനിലില്ല. തബ്ബത് യദാ യദ. യ എന്നുള്ള യെ ആയി പോകരുത്, യ എന്ന് കറക്റ്റ് പറയണം. യദാ അബീ ലഹബിൻ വതബ്. അബീ ലഹബിൻ വതബ്. ഇവിടെ ഒരു നിയമമുണ്ട്. ഇഖ്ഫാ എന്നാണ് ഈ നിയമത്തിന് പറയുക. നിയമത്തിന്റെ പേരോ കാര്യങ്ങളോ നിങ്ങളൊന്നും പഠിക്കേണ്ട. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഓതുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. തെൻവീന് നൂന്, സാക്കിനായ നൂന്, സുക്കൂനുള്ള നൂന്, തെൻവീന്. ഈ പറയുന്ന രണ്ടിന് ശേഷവും വാവ് ഇതുപോലെയുള്ള 15ഓളം അക്ഷരങ്ങളുണ്ട്. നമ്മൾ മറച്ചു മണിക്കണം. ലഹബിൻ വതബ് എന്ന് പറയുന്നതിന് പകരം അവിടെ നൂനിനെ നമ്മൾ ജസ്റ്റ് ഒന്നങ്ങ് മറിക്കും. മറിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? നൂനല്ലാത്ത രീതിയിൽ മറച്ചു വെച്ചുകൊണ്ട് ലഹബിൻവ ലഹബിൻവ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നൂൻ ഇല്ലാത്ത പോലെ നമ്മൾക്ക് തോന്നും. അപ്പോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അടുത്തത് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മ എന്ന് പറയുന്നത് രണ്ട് ചുണ്ടിൽ നിന്നാണ്. രണ്ട് ചുണ്ട് മൃദുലമായി ബ എന്ന് പറയുന്ന പോലെ ശക്തമായി അടച്ചു വെക്കണ്ട. അതേ സമയത്ത് മൃദുലമായ രീതിയിൽ മ മ മ എന്ന് ചുണ്ട് അടച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉച്ചരിക്കുന്നത്. ഇത് പല ആളുകളും തെറ്റിക്കുന്നതാണ്. ആ നമുക്ക് ഉച്ചരിക്കാൻ കിട്ടും. ചില ആളുകൾക്ക് ആ എന്നുള്ളതും ഉച്ചരിക്കാൻ കിട്ടും. ചില ആളുകൾക്ക് ഗ എന്നുള്ളത് ഉച്ചരിക്കാൻ കിട്ടില്ല. പല ആളുകളുടെയും പ്രശ്നം ഐന് ഗൈന് ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കിട്ടില്ല. അതേപോലെ തന്നെ ഹ ഹ ഈ പറയുന്ന രണ്ടക്ഷരങ്ങളും ഉച്ചരിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ ക്ലാസ്സുകളിലും ഇതിന്റെ എവിടുന്ന് ഉച്ചരിക്കണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പറയാറുണ്ട്. ഗൈന് നമ്മൾ ഉച്ചരിക്കുന്നത് തൊണ്ടയുടെ മുകൾ ഭാഗത്താണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ പിക്ചർ കൂടി ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും? നല്ല രീതിയിൽ മനസ്സിലാകും. ഇവിടെ ഗൈനാണ്. അൻഹു അൻഹു ഐൻ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ മധ്യഭാഗത്തേക്ക് വന്നു. ഇത് ഒരു കോംപ്ലക്സ് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ഒരു കോംപ്ലക്സ് ആണ്. അംസ് ഹ എന്ന് പറയുന്നത് തൊണ്ടയുടെ താഴ്ഭാഗത്തുനിന്നും, ഐൻ ഹ എന്ന് പറയുന്നത് തൊണ്ടയുടെ മധ്യത്തുനിന്നും, ഗൈൻ ഹ എന്ന് പറയുന്നത് തൊണ്ടയുടെ മുകൾ ഭാഗത്തുനിന്നും ഉച്ചരിക്കപ്പെടുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ക എന്ന് പറയുമ്പം ക ക രണ്ടക്ഷരങ്ങളുണ്ട്. ക എന്നുള്ള അക്ഷരമുണ്ട്, ക എന്നുള്ള അക്ഷരമുണ്ട്. ക എന്നുള്ള അക്ഷരത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ടക്ഷരങ്ങളും ഏകദേശം അടുത്തടുത്ത മഹ്റജിലാണ്. ഈ നാവ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവ നാവിന്റെ തുടക്കം എന്ന് പറയും. നാവിന്റെ തുടക്കം അതിന്റെ തൊട്ടുമുകളിലുള്ള അണ്ണാക്കില് മൃദുവായിട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ, മൃദുവായിട്ട് ടച്ച് ചെയ്താൽ മൃദുവായ ഭാഗത്ത് ടച്ച് ചെയ്താൽ ക എന്നുള്ള ഉച്ചാരണം ഉണ്ടാവും. അത് കുറച്ചുകൂടി കഠിനമായ ഹാർഡായ സ്ഥലത്താണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ
ക എന്നുള്ള ഉച്ചാരണമാണ് ഉണ്ടാവുക. അപ്പൊ നാവിന്റെ ആരംഭം, നാവ് തുടങ്ങുന്ന സ്ഥലം, അത് അതിന്റെ തൊട്ടു മേലെ അണ്ണാക്കിലാണ് നമ്മൾ ടച്ച് ചെയ്യുക. അത് മൃദുവായ ഭാഗത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ എന്നുള്ള ഉച്ചാരണം കിട്ടും. അതേ സമയത്ത് അത് കുറച്ചുകൂടി കഠിനമായ ഹാർഡായ സ്ഥലത്താണ് അത് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും? ക എന്നുള്ള ഉച്ചാരണവും ലഭിക്കും. അപ്പൊ ക ക ഈ പറയുന്ന രണ്ട് ഉച്ചാരണങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി പിക്ചറൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാം. സയസ്ല നാറൻ ذات لهب. സയസ്ല സയസ്ല സ സ്വ രണ്ടും എന്താണ്? രണ്ട് മുൻപല്ലുകൾക്ക് പിൻഭാഗത്തിൽ നാവ് വെച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണ്? സ്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് പൊങ്ങും. സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് പൊങ്ങില്ല. യ നമുക്കറിയാം നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നാറൻ. ഈ പറയുന്ന തൻവീന് ശേഷം ദ വന്നാലും ഇഖ്ഫാ എന്നുള്ള നിയമമാണ്. നമ്മൾ നൂനിനെ നൂനല്ലാത്ത രീതിയിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും? മണിച്ചുകൊണ്ട് ഉച്ചരിക്കും. നാറൻ ദാത്തലഹബ് എന്നല്ല, നാറൻ ദാത്തലഹബ് എന്നുമല്ല, നാറൻ ദാത്തലഹബ്. നൂനല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? മറച്ചു വെച്ചുകൊണ്ട് മണിച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. സയസ്ല നാറൻ ദാത്തലഹബ് وامرأته حمالة الحطب. وامرأته حمالة الحطب. വംറഅതുഹു വ രണ്ട് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വ എന്ന് ഉച്ചരിക്കുന്നത്. മ മ എന്ന് പറയുന്നത് രണ്ട് ചുണ്ടുകൾ ചേർന്ന് വരും, പക്ഷെ മൃദുവായിട്ടേ നമ്മൾ ചേർത്ത് വെക്കുന്നുള്ളൂ. റ എന്നുള്ളതിന്റെ മഖ്റജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നാവിന്റെ തലയുടെ മുതുക്, അവ നാവിന്റെ തലഭാഗമല്ല, അതിന്റെ തൊട്ടു ബാക്കിലുള്ള മുതുക്, അത് മേലെ മുൻപല്ലിന്റെ മുരടിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒറ ല ഒറ ഒറ അഥവാ ത ലാമിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് വരും. ഒറ റ രണ്ട് രീതിയിലാണ്. വമറഅതുഹു റാക്ക് ഫത്ഹ് റ എന്നോ ഒറു എന്നോ, അല്ലെങ്കിൽ റാ സുക്കൂനാണ്, പക്ഷെ എന്താണ് അതിന്റെ തൊട്ടു മുമ്പ് ഫത്ഹാണ് അല്ലെങ്കിൽ ലമ്മാണ്. ഈ പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നാവിന്റെ മധ്യഭാഗം ഉയർത്തിക്കൊണ്ട് വമറ അഥവാ തഫ്ഖീം എന്നാണ് നമ്മൾ അതിന് പറയാ. വമറ നാവിന്റെ മധ്യഭാഗം ഉയർന്നുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുക. അതേ സമയത്ത് റായിന് കെസറാണ്. ഇപ്പൊ ഫിർ ഔൻ എന്നൊക്കെ പറയുന്ന റായിന് ഒന്നുകിൽ കെസറാണ്. ഇപ്പൊ ഹൈരിൻ എന്ന് പറഞ്ഞതുപോലെ റായിന് കെസറാണ്. ഇപ്പൊ ഖൈർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ബദിരി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ റായിന് കെസറാണ്. അല്ലെങ്കിൽ എന്താണ്? റായിന് കെസർ അല്ല, തൊട്ടു മുമ്പേ ഫിർ. റായിന് സുക്കൂനാണ്, തൊട്ടു മുമ്പ് കെസറാണ്. ഈ രണ്ട് സമയത്തും നാവിന്റെ മധ്യഭാഗം ഉയർത്താതെ തർക്കീക്കായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക. വംറഅതുഹു ഹമ്മലത്തൽ ഹതബ്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. വംറഅതുഹു ഹമ്മലത്തൽ ഹതബ്. എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മഖ്റജാണ്. ത ത ത ത ദ ത. ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങളും നമ്മൾ എവിടുന്നാണ് ഉച്ചരിക്കുന്നത്? നാവിന്റെ അറ്റം അല്ലെങ്കിൽ നാവിന്റെ മുകൾ ഭാഗത്തുള്ള അറ്റം മേലെ മുൻപല്ലിന്റെ മോണയോട്, അവ ഇത് മുൻപല്ല്, നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന അറ്റം നമ്മൾ ഈ പറയുന്ന മുൻപല്ലിന്റെ മോണയോട് ചേരുന്ന ഭാഗത്ത് ടച്ച് ചെയ്യും. പക്ഷെ ത്വായുടെ വ്യത്യാസം എന്താണ്? ദായിൽ നിന്നും തായിൽ നിന്നും ത്വായിനെ വ്യത്യാസമാക്കുന്നത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും എന്നതാണ്. ഹമ്മലത്തൽ ഹതബ് വംറഅതുഹു ഹമ്മലത്തൽ ഹതബ്. നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം രണ്ട് വരി മുൻപല്ലിന്റെ മോണയോട് ചേരുന്ന ഭാഗത്ത് നമ്മൾ ത്വാനെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം ഉള്ളത് എന്താണ്? നാവിന്റെ മധ്യഭാഗം, നാവിന്റെ മദ്യം എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയരും. ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം കേട്ടോ, ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം മുകളിലോട്ട് ഉയർന്നു നിൽക്കും. ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം.
തായും ദായും ഉച്ചരിക്കുന്ന സമയത്ത് അങ്ങനെ വ്യത്യാസമായി നിൽക്കില്ല. നിങ്ങൾ ഒന്നുകിൽ ഞാൻ ഈ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു ശേഷമോ ഇതൊന്ന് കൃത്യമായി ഒന്ന് ഉച്ചരിച്ച് പരിശീലിച്ച് നോക്കണം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു എപ്രകാരമാണോ ഇറക്കിയിരിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ ഒന്നും അതിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനും പാടില്ല, അതേ സമയത്ത് അതിൽ നിന്ന് ഒന്നും കുറക്കാനും പാടില്ല. അപ്പൊ ഉള്ള അക്ഷരങ്ങൾ നമ്മൾ ഒഴിവാക്കാനും പാടില്ല, കൂടുതലായിട്ട് അക്ഷരങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാനും പാടില്ല. ലാസ്റ്റ് ആയത്ത് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഫീ ജീദിഹാ, ജ നിങ്ങൾക്കറിയാം നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്യുന്നു. തായുടെ മഖറജ് നമ്മൾ ഇപ്പൊ പറഞ്ഞു, നാവിന്റെ തല അല്ലെങ്കിൽ നാവിന്റെ മുകളിലെ അറ്റം അത് മുൻപല്ലിന്റെ മോണയോട് ചേരുന്ന ഭാഗത്ത് വെച്ചാൽ പ ഉച്ചരിക്കുമ്പോൾ മദ്യം ഉയർത്തണം, മധ്യഭാഗം ഉയർത്തണം എന്ന് പറഞ്ഞു. ദ ഉച്ചരിക്കുന്ന സമയത്ത് മധ്യഭാഗം ഉയർത്തേണ്ടതില്ല. ഒന്നുകിൽ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തെൻവീന്. തെൻവീന് എൻ എന്ന് പറയുന്ന, ഇപ്പം ജൻ ജൻ എന്ന് പറയുന്ന തെൻവീന്, അല്ലെങ്കിൽ ജിൻ എന്ന് പറയുന്ന ഈ തെൻവീന്, അല്ലെ ജുൻ എന്ന് പറയുന്ന തെൻവീന്. ഏത് തെൻവീനാണെങ്കിലും ശരി, ഈ പറയുന്ന സാക്കിനായ നൂൻ എന്ന് പറയും, സുക്കൂനുള്ള നൂന്. അല്ലെങ്കിൽ തെൻവീൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു നൂനിന്റെ ഉച്ചാരണമാണ്. ഇതിന് ശേഷം മാ വന്നാൽ, മാ എന്നല്ല നൗമി എന്ന് പറയും, നൂന് വാവ് മീമ് യാ, ഈ 4 അക്ഷരങ്ങൾ വന്നാല് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ അങ്ങ് മറച്ച് മണിക്കും. ഈ നൂനുള്ളത് തന്നെ നമുക്ക് തോന്നില്ല. അബിലുമിൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ. നേരത്തെ നമ്മൾ ഉച്ചരിച്ചൊരു ഉച്ചാരണം ഏതാണ്? അമ്മാലത്തൽ ഹതബ്, അതിനെ തൊട്ട് നാറന്ത, നാറന്ത. അപ്പൊ അവിടെ നൂനിനെ നമ്മൾ വേറൊരു രീതിയിൽ എന്ത് ചെയ്യാണ്, മറച്ചതാണ്. നാറന്ദലഹബ്. അപ്പൊ നമ്മൾ മറച്ച് മണിച്ചതാണ്. പക്ഷെ ഇവിടെ അത്തരത്തിലല്ല. ഇവിടെ എന്താണ്, നമ്മൾ ആ മണിക്കൽ തന്നെ മാറ്റിയിട്ടുണ്ട്. മണിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് അവിടെ നൂനോ തെൻവീനോ ഉള്ളത് പോലും നമ്മൾക്ക് തോന്നില്ല. അബിലുമിൻ, അബിലുമിൻ മസദ്. അപ്പൊ മിൻ എന്നുള്ള അവിടെ നൂനുള്ളതേ നമുക്ക് തോന്നില്ല. അതെന്ത് ചെയ്യും, ആ നൂനിനെ നമ്മൾ മറച്ചുകൊണ്ട് എന്ത് ചെയ്യും, മണിക്കും. മറച്ച് മണിക്കും എന്ന് പറയും. അപ്പൊ ഹബിലും മിൻ മസദ്. അതോടുകൂടി ഈ സൂറത്തും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 2 സൂറത്തുകളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ഒന്നാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. രണ്ടാമത്തെ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ ما أغنى عنه ماله وما كسب سيصلى نارا ذات. ഈ കാര്യം ശ്രദ്ധിക്കണം. نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. നാറൻ ദാത്ത എന്ന് പറയുന്ന സ്ഥലത്ത് മറച്ച് മണിക്കലാണ്. അവ നമ്മൾ നൂനിനെ മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നൂൻ അല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മണിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, നൂൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ അവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. എന്താണ്, ഹബിലുമിൻ. നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, മണിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ചേർത്തോതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശേഷമുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചേർത്തോതും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നമ്മളുടെ ഖുർആൻ പാരായണത്തിൽ ഉൾപ്പെടുത്താൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.